Hi friends, welcome back to my channel Creative Sport. Hi friends, ഞാൻ ഇന്നൊരു മിനി wheelbarrow ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് കാർഡ്ബോർഡും സ്ട്രോ മതി. ഞാൻ ഓവർ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ അതിനായി വേണ്ടത് രണ്ട് സെയിം കാർഡ്ബോർഡ് പീസാണ്. വലിയ മെഷർമെൻ്റ് ഒന്നുമില്ല, സെയിം ആണ്. ഇവിടെ ഞാനൊരു കട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇങ്ങനത്തെ ഒരു കട്ടാണ് കൊടുത്തിട്ടുള്ളത്. റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് മുകളിൽ ഇതില്ല, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്ട്രോവും സ്റ്റിക്കും ഇൻസേർട്ട് ചെയ്യാനാണ്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. ഇതും സെയിം മെഷർമെൻ്റ് ആണ്. അങ്ങനെ വലിയ മെഷർമെൻ്റ് ഒന്നുമില്ല. നിങ്ങൾക്ക് വലുതായി ചെയ്യണമെങ്കിൽ വലിയ പീസ് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പീസും കൂടി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സെയിം മെഷർമെൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനായി നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു കട്ട് ചെയ്ത പീസില്ലേ, അതെടുക്കാം. അതിൻ്റെ മെഷർമെൻറ്റ് തന്നെ ഒരു സ്ട്രോവും വേണം, സ്റ്റിക്കും വേണം. സ്ട്രോ ഇതിന് കറക്റ്റ് മെഷർമെൻ്റ് ആവരുത്. ഒരു ഇഞ്ചോ 2 ഇഞ്ചോ കുറയണം. സ്റ്റിക്ക് കറക്റ്റ് മെഷർമെൻ്റ് ആവണം. ഇത് ഈർക്കിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഈ സ്റ്റിക്ക് മാത്രം ഗ്ലൂ ചെയ്താൽ മതി രണ്ട് സൈഡിലും. സ്ട്രോ ഗ്ലൂ ചെയ്യേണ്ട. സ്ട്രോ ഗ്ലൂ ചെയ്യുകയാണെങ്കിൽ ഇതിവിടെ ഫ്രീ ആയിട്ട് ഇത് ഇങ്ങനെ റൗണ്ട് കഴിയില്ല, കറങ്ങില്ല. അതുകൊണ്ട് നമുക്ക് സ്ട്രോ ഇതാക്കേണ്ടതില്ല, സ്ട്രോ ഒട്ടിക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിത് സ്റ്റിക്ക് മാത്രം പേസ്റ്റ് ചെയ്താൽ മതി. നമുക്ക് സ്റ്റിക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പം ഫ്രണ്ട്സ്, ഞാനിവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇതിപ്പോൾ ഫ്രീ ആയിട്ട് കറങ്ങുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഗ്ലൂവിലൊന്നും തട്ടാൻ പാടില്ല. കണ്ടില്ലേ, അങ്ങനെ കറങ്ങുന്നില്ലേ? നമുക്കിത് ഈ ഞാൻ പറഞ്ഞില്ലേ, സെയിം പീസ് എടുത്തൊന്ന് അതിലേക്ക് ഒന്ന് ഇതാക്കി കൊടുക്കണം. അതായത് അതിലേക്കൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. സ്ട്രോൻ്റെ മുകളിൽ മാത്രം ഗ്ലൂ ആക്കിയാൽ മതി, സ്റ്റിക്ക് മേലാക്കരുത്. അപ്പോൾ നമുക്കിത് ഒരു ഡോറ് പോലെ യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഫ്രണ്ട്സ്, ഇനി നാല് സൈഡിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പം ഫ്രണ്ട്സ്, ഞാനെല്ലാം പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണുള്ളത്. അടിയിൽ നമ്മൾ സ്ട്രോ ഇതാക്കിയ പേസ്റ്റ് ഉണ്ട്. പിന്നെ സ്ട്രോ ഉള്ള കാർഡ്ബോർഡിലാണ് ഞാനതൊക്കെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കാണാൻ പറ്റില്ലേ? സ്ട്രോൻ്റെ മേലാണ് അത് പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ആദ്യം ഞാൻ സെറ്റ് ചെയ്ത ടയറില്ലേ, അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രോയിൽ ഗ്ലൂ ആക്കിയിട്ട് പേസ്റ്റ് ചെയ്ത് വരാം. അപ്പം ഫ്രണ്ട്സ്, ഞാനിവിടെ ടയർ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് പോലെ രണ്ട് സ്ട്രോൻ്റെ പീസസ് അങ്ങനെ വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്യണം, കാരണം അങ്ങനെ നിൽക്കാനാണ്. അപ്പോൾ നമുക്ക് ഇത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേസ്റ്റ്. അപ്പം ഫ്രണ്ട്സ്, ഞാനിവിടെ ഇത് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇത് നേരെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആട്ടോ ഇതൊന്നുമില്ല. നമുക്ക് ഫൈനലായിട്ട് ഇതിൻ്റെ ഹാൻഡിലും കൂടിയും വെച്ച് കൊടുത്താൽ നമ്മൾ ഇത് വീൽബാരോൻ്റെ പണി കഴിയുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് റോ വെച്ചാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ് റോ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. സിമ്പിളായിട്ട് എല്ലാ പണിയും കഴിയും. അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് റോ എടുത്തത്. അല്ലെങ്കിൽ നിങ്ങൾ പേപ്പർ റോള് കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. അതുകൊണ്ട് നെക്സ്റ്റ് റോ ഉള്ളവർ മാക്സിമം അതെടുക്കാൻ തന്നെ ശ്രമിക്കാം. നമുക്കിതൊന്ന് ഇതാക്കി കൊടുക്കാം. എന്നിട്ട് എവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്, കാരണം ഈ പൊന്തുന്ന സ്ഥലത്താണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് വരാം. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് വീൽബാരോൻ്റെ. ഇത് നമുക്ക് ഷോ പീസൊക്കെ ആയിട്ട് വെക്കാം. നിങ്ങളെ ക്രിയേറ്റിവിറ്റിയിൽ പെയിൻറ്റിങ് ഡെക്കറേഷനൊക്കെ പറ്റും. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ, ബൈ.